ഇത് വെറും ഉടായിപ്പാ. ഹലോ. അപ്പോൾ എല്ലെന്നും വൈകുന്നേരം എന്താ ഉണ്ടാക്കുക എന്നുള്ള ചിന്ത കേട്ടോ. ഇതിപ്പോൾ സ്കൂളില്ലല്ലോ, സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ സഹീഷറിനുണ്ട് മക്കളും എല്ലാവരും കൂടി നമുക്ക് അട ഉണ്ടാക്കണം എന്നൊരാഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ ഇലയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനും മക്കളും കൂടി പോയിട്ടുണ്ട്. വേറെ എവിടെയല്ല, നമ്മളവിടെ അടുത്തുള്ള പറമ്പിലാണേ പോയത്. റിച്ചുവിൻ്റെ വീട്ടിൽ നില പറിക്കുന്നു, കിട്ടുന്നില്ല. വരുന്നുണ്ട്, എന്തോ യുദ്ധത്തിനെങ്ങാൻ പോയി വരുന്ന മാതിരിയാ വരുന്നത്. കിട്ടിയിക്കില്ലേ? ഓ, രണ്ടല്ലല്ലോ മതി. സിദ്ധു വെറും ഉടായിപ്പാ. അവനൊന്നും ചെയ്തിക്കില്ലല്ലോ, അവനതുകൊണ്ട് അട വേണ്ട. ഒരു കഷ്ണം കൊടുത്തില്ലേ സിദ്ധു? ഇങ്ങനെയാണ് സൈഷൊക്കെ ചെറുത് മതി അല്ലേ, അധികം വലിപ്പമുള്ള വേണ്ടല്ലോ. ഇങ്ങനെ വാറി എടുക്കുമെന്ന് പറയും. ഇങ്ങനെയാകുമ്പോ പറയാട്ടോ, പൊട്ടി പോവില്ല. അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ എടുക്കുക വെച്ചാല് ഇതാ ഇങ്ങനെ. സമയമാകുമ്പോ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വിട്ട് വന്നാല് പിന്നെ ഭയങ്കര വിശപ്പായിക്കോട്ടോ. കാരണം 1 മണിക്കാണ് ഉച്ചക്കത്തെ ചോറുണ്ടാവുക. അപ്പോൾ 1 മണിക്ക് സ്കൂൾ ഇത് കഴിഞ്ഞ് പിന്നെ നല്ല തുള്ളി അർമാദിച്ചിട്ടായിരിക്കുമല്ലോ വരിക. അപ്പൊ എന്താ ഉള്ളേ ചോദിച്ചാൽ വരിക. പക്ഷെ ഇന്നിപ്പോ അത്ര എനിക്ക് തോന്നുന്നു വലിയ വിശപ്പില്ല. 2 മണിക്ക് ചോറൊന്നും എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ വിശപ്പില്ല. ഉച്ചക്ക് ചോറ്, മീൻകറി, മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ. അതാണ് നേരത്തെ വെച്ചത്. അപ്പൊ ഇനിയിപ്പം പരീക്ഷയാണ്. പരീക്ഷ ഇപ്പൊ 18-ാം തീയതി കുഞ്ഞൂന് തുടങ്ങും, 24-ാം തീയതി സിദ്ധുവിന് തുടങ്ങും. ഇപ്പം കുഞ്ഞൂരിപ്പം എന്താ പറയുക, നമുക്ക് അധിക കാര്യം ഓന്റെ കാര്യത്തിൽ പൊതുവെ നമ്മൾ റിസ്ക് എടുക്കലില്ല, ടെൻഷൻ അടിക്കലൊന്നും ഇല്ല. പഠിച്ചോളും. പിന്നെ നമ്മള് പേടിപ്പിക്കാൻ തന്നെ ഓക്ക് ഓന് പേടിയുണ്ട് ഉള്ളില്. അത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം. കാരണം മറ്റേ ആൾക്കാണെങ്കിൽ അങ്ങനത്തെ പേടിയൊന്നുമില്ല. നമുക്ക് വേണ്ടി പഠിക്കുന്ന കാര്യം ഒരാൾ പേടി പഠിക്കുകയും ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം ട്യൂഷൻ ഉള്ളതിനെ കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ, സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല. ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്തോളൂ. ഓൻ്റെ ഏത് വീക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിലേക്ക്. അപ്പൊ ഇന്റർവെല്ലിന്റെ ട്യൂഷനാട്ടോ ഉള്ളത്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ അറിയുന്ന ഒരു ആളെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓന്റെ ഇമ്പ്രൂവ്മെന്റ്, അതായത് USS ആയാലും അല്ലാണ്ടൊക്കെ ആയാലും ഓന്റെ ഓരോന്ന് കിട്ടുന്നതിന്റെ ഒരു ഇത് എന്ന് പറയുന്ന, ഒരു വിജയത്തിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് ആ ഇന്റർവെല്ലിന്റെ ഒരു കാര്യം കൂടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുവിൻ്റെ ഇൻ്റർവെൽ ലേണിംഗ് 1-to-1 ക്ലാസ് റൂം കോഴ്സ്. ക്ലാസ് റൂം കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷനാണ്. അതായത് 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ICSE, CBSE, സ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ സിലബസുകളിലുള്ള ക്ലാസ്സുകളിലും ഇവരെ ട്യൂഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 1-on-1 ട്യൂഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ ടീച്ചേഴ്സിനോട് സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. Indiscriminate actions of human beings are the main cause of air pollution. Cooking fuels and പിന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഇവർ കണ്ടക്ട് ചെയ്യും. ആ അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ നമ്മുടെ മക്കൾക്ക് വീക്കായ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന് പ്രത്യേകമായിട്ട് അവർ ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഇവാലുവേഷനും കറക്റ്റായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അക്കാദമിക് കലണ്ടർ, നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് എല്ലാം തന്നെ ഇവർ സെറ്റാക്കി കൊടുക്കും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇവരുടെ ടീച്ചേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡും അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലിയാണ്. അതും ആ സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്താ ഒരു പേടി കൂടാതെ അവർക്ക് പഠിക്കാനും അവർക്ക് സംശയങ്ങൾ ചോദിക്കാനൊക്കെ പറ്റും കേട്ടോ. natural phenomena like volcanic eruptions. അടുത്ത അക്കാദമിക് ഇയറിലോട്ടുള്ള അഡ്മിഷൻ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് 15% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്നോട് ഇൻ്റർവെല്ലിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും കുഞ്ഞുവിൻ്റെ ട്യൂഷനെ പറ്റി. അതേപോലെ തന്നെ ഇനി അറിയാനുള്ളവർക്കും വേണ്ടി കേട്ടോ ഞാൻ ഇത് ഷെയർ ചെയ്തത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അതായത് നിങ്ങളെ മക്കൾക്ക് ആർക്കെങ്കിലും ചേരണമെങ്കിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. മൈദ വേണ്ടല്ലോ, പിന്നെ ആട്ട തന്നെ ടേസ്റ്റ്. ശരി, കടക്ക് ആട്ട തന്നെ മതിയില്ലേ? നേർമയാട്ടോ ഉണ്ടാക്കണ്ടേ.
നേർമയായിട്ട് അതെന്ന് വെച്ചാല് അധികം കട്ടി വേണ്ട. ഇതുപോലെ ആട്ട ശരിക്കും നല്ലോണം പരത്തിട്ട് ഭയങ്കര കട്ടി വെക്കും. ഇഷ്ടമാണ് ഗോതമ്പിന്റെ മണം. ഗോതമ്പ് പൊടി ഏടിയാ മില്ലിൽ കിട്ടും. എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഇമ്പളെ ഞാളിവിടെയുള്ള കാട്ടില് ഗോതമ്പൊന്നും കിട്ടൂല. ഞാൻ എന്റെ ഗോതമ്പിന്റെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ ഇട്ടിട്ട് ഗോതമ്പ് വാങ്ങിയിട്ട് പൊടിപ്പിക്കണം. പിന്നെ പൊടി കിട്ടുമായിരിക്കും ചിലപ്പോ മില്ലിലല്ലോ അല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ചെലവാകുന്ന ഒരു സാധനം ആട്ടെ. ഇതിപ്പോ ഞാള് ഞാൻ 2 കിലോ വാങ്ങിയ ഇപ്പൊ ഇത്രയായി. രാത്രി ചപ്പാത്തി അല്ലാണ്ട് ചില സമയത്ത് നമ്മൾ പുട്ടുണ്ടാക്കിയില്ലേ, അന്ന് പുട്ടുണ്ടാക്കി. തേങ്ങ ഇത് മതിയാവുക. പിന്നെ കുറച്ച് ചപ്പാത്തി കുറച്ച് ശർക്കര അതിന്റെ പൊട്ടിക്കല്ലേ നമ്മളെ കവറിൽ പൊട്ടിച്ചെടുക്കണ്ടേ സൈഷടങ്ങള് ശർക്കര സൈഷയുടെ ഭാഷയിൽ വെല്ലം. കുഞ്ഞു എപ്പം പറയും കുഞ്ഞുവിന് ഇഷ്ടല്ല ഇങ്ങനത്തെ വെള്ള വെല്ലം. ഒരു കറുപ്പ് കളറില്ലേ ശർക്കര. ജയ്ഷറിനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയ അന്നേരം പറയൂ കറുപ്പ് വേണ്ടേ, ഇത് മതി. പിന്നെ അതാണ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവില്ലേ കറുപ്പ്. പിന്നെ അട ഉണ്ട ഇതൊക്കെ ഒരു സുഖമുള്ള സാധനല്ലേ. ഞാൻ കവറിനുള്ളില് ഇടിച്ചിട്ട് പൊട്ടിക്കും. നിങ്ങളെങ്ങനെ തൈശാറിനടുത്ത് ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ വേണ്ട അന്നേരം ആഴം ഇങ്ങനെ കടിക്കും. ഇത് നല്ലോണം ചീഞ്ഞു വരൂലേ, ചതഞ്ഞു വരൂലേ. അത് അതിന്റെ ഉള്ളിലിട്ട അതിന് കവറിന്റെ ഉള്ളിലോട്ടിട്ടോ എന്നാ പിന്നെ അത് പോയി പോകൂലോ. ഇങ്ങനെയാണ് ഞങ്ങള് ചിലപ്പം പ്ലാസ്റ്റിക് ഇതെല്ലാം ആയിപ്പോകും. അതും കുഴപ്പമില്ല. ഇതൊക്കെ ചതക്കുന്ന സാധനം, വെളുത്തുള്ളി എല്ലാം ചതക്കുന്ന സാധനം. അങ്ങനെ സാധനം ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടിച്ചെടുക്കാൻ സുഖം. എല്ലാം കുറച്ച് അധികമായി പോയോ എന്നൊക്കെ ഡൗട്ട്. സാരമില്ല, കുറച്ച് എന്തായാലും അതിലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ശർക്കരയും തേങ്ങ റെഡിയാക്കി. അതിലെന്ത് ഇടാനുണ്ടോ വേറെ? ഏലക്കായിന്റെ പൊടി. പക്ഷെ പൊടിയില്ലല്ലോ. മിക്സി എന്ന് പറഞ്ഞ സാധനം മൊത്തത്തിൽ കേടായി കിടക്കുക ഗൈസ്. മിക്സിന്റെ ജാറുകളെല്ലാം പോക്കാം, എല്ലാം മാറ്റിക്കൊണ്ടുവരണം അല്ലേ സാർ? ഭയങ്കര കട്ടി, ഇതൊന്നും പൊടിഞ്ഞിക്കില്ല. ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി അമർത്തിക്കാളാം. ഇങ്ങനെയും ആക്കാം. ഇങ്ങനെയാണ് ചിലരൊക്കെ ഇങ്ങനെ ചിരകിയിട്ട് കഴിഞ്ഞാലും ഇത് മറ്റേ ശരിക്കും അങ്ങ് പൊടിഞ്ഞിക്കില്ല. അതുകൊണ്ടാ വെള്ളം കൂടി പോയിക്കാ. ഇല്ല, ഇത് പരത്താൻ കിട്ടണം അല്ലേ? പരത്താൻ കിട്ടിയെങ്കിൽ അവസാനം ഇതെല്ലാം കൂടി ദോശയായി പോകും. നന്നായിട്ട് കുറച്ചുകൂടി വേണേ പൊടി ചേർക്കാം. ഇത് കിട്ടൂലേ നമുക്ക് പരത്താൻ? ഓ റെഡിയോ. ഇത് കൈമല് തിള്ളാൻ കൊണ്ടായിരിക്കും പരത്താൻ കിട്ടാത്ത. ഗതേശയുടെ വെള്ളം തിളയ്ക്കുന്നുണ്ടേ. ഓ ഇലയൊക്കെ കഴുകി ഉഷാറാക്കി വെച്ചത്. വെള്ളം കൂടുതലാണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലല്ലേ. ഞാൻ എന്തിനാണെന്നറിയാം നിങ്ങളെ പരത്താൻ വിളിച്ചത്. എനിക്ക് ഡൗട്ടുള്ള കൊണ്ട് വെള്ളം കൂടുതലാണ്. ഇല്ല സഹിച്ചേട്ടാ, നിങ്ങൾ ആ പാത്രത്തിലുള്ള വെള്ളം തൊട്ടിട്ട് പരത്തി നോക്ക്. അധികം കട്ടി ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ടി പോകില്ല. ഇത് ഭയങ്കര ദോശ പോലെ ഇതിങ്ങനെ പരത്താനാണ്ടേ. ഇപ്പം എനിക്ക് പരത്താൻ ഉള്ള ഇത് കാണുന്നില്ല. തോറ്റ് പിന്മാറി. മൈദയാണെങ്കിൽ ഞാൻ പൊളിച്ചേനെ. അതുകൊണ്ട് ഞാൻ കൈ മാറി കൊടുത്തിട്ടുണ്ട്. അധികം ശർക്കര വേണ്ടല്ലേ, അധികം മധുരമായ മടുപ്പായിരിക്കും. അത് മതി. ഇവിടെ അടയും ഉണ്ടയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ? രണ്ടാൾക്കും ഇഷ്ടമാണ്. ദേവൂനാണ് കുറച്ചൊരു അടേനോടൊക്കെ. ഇപ്പം ദൈവം ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? അടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ബിസ്ക്കറ്റ് അധികവും വൈകുന്നേരം ബിസ്ക്കറ്റ്. പിന്നെ ആരൊക്കെയോ ദേവുവിന് വിശ്വാസം അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് ആൾക്കാര്. പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു കേട്ടോ. നേഴ്സിംഗിന് ചേർന്നല്ലേ? നഴ്സിംഗ് കഴിഞ്ഞു.
അപ്പം അതൊന്നും ഇല്ല കേട്ടോ, നഴ്സിങ്ങിന് ചേർന്നിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ആരൊക്കെയോ ദേവുവിന്റെ കോളേജിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കോളേജാണ്. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോ ഇഷ്ടംമാരെ ഡീറ്റെയിൽസ് നേരിട്ട് അന്വേഷിക്കല്ലേ. ബാക്കി പഠിത്തത്തിന്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ക്ലാസ്സാണ്, നല്ല ടീച്ചേഴ്സാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ബാക്കിയെല്ലാം എന്താ വെച്ചാൽ നമ്മളെ മക്കളെ ചേർക്കുന്നതാണ്. അത് ഓരോരുത്തരും നോക്കിയിട്ട് അതെ അന്വേഷിച്ച് ഞങ്ങളായിട്ടൊരു നിർദ്ദേശം തരുന്നു. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ഇതായിക്കോളൂ. 2 എണ്ണമായി അല്ലേ? അത് ഇതിൻ്റെ അകത്ത് വെക്കാം. ഇത് വെള്ളം ഇങ്ങനെ ഒരു ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 4 ഒന്നിച്ചങ്ങ് വെക്കാം അല്ലേ? അതാ നല്ല. അത് ഞാൻ പരത്തി വെച്ചതാണ് കേസ്. അത് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. അത് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ ഉള്ള ഇതാണ്. വെള്ളം പറ്റി പോകുമോ? ഇല്ല ഇല്ല, വെള്ളം ഉണ്ടല്ലോ. തീ കുറച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അട ഉണ്ടാക്കുക കേട്ടോ. അറിയാത്ത ആൾക്കാർ വേണമെങ്കിൽ പഠിച്ചോളൂ. അട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊരു മടി നമ്മളിങ്ങനെ വിചാരിക്കും ഇതിപ്പോ ഉണ്ടാക്കാൻ നിൽക്കണ്ടേ നോക്കാം. അങ്ങനെ ഉണ്ടാക്കാണ്ടായിപ്പോ ഒരു സാധനം. പണ്ടൊക്കെ മൊത്തം അട തന്നെയാണ് അല്ലേ സാർ? അമ്മയൊക്കെ നല്ല രാവിലെ ചായക്ക് അടയൊക്കെ ആയിരിക്കും. ഇന്ന് സരീഷേട്ടന്റെ അമ്മേന്റെ ആണ്ടാട്ടോ. അതെ, വലിയ രാവിലെ പോയിട്ട് വലിയിട്ട് 17 വർഷമായി. 18 വർഷമായി. അടുത്തും ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു കുറ്റിയുള്ളൂ കേട്ടോ. ഇനിയിപ്പോ നമ്മളെ കാര്യം മിക്കവാറും തീരുമാനമാവും. ഒരു കുറ്റി ഉണ്ട് ഇപ്പോൾ, അതിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒന്ന് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്, കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ നമ്മളെ അട ഏകദേശം റെഡിയായിക്കില്ലേ? ഇതിന്റെ സ്റ്റൈലൊന്നും ഇല്ലെങ്കിലും സംഭവം റെഡി അല്ലേ? കാണാൻ അത്ര സംഭവം റെഡിയായി. എല്ലാവരും ആയിരിക്കും 4 എണ്ണം വെച്ചീനല്ലോ. പക്ഷെ അത് ഒന്നര എടുത്ത് മാറ്റിട്ടോ. ഉള്ളു വേവുന്നില്ല എന്നുള്ളൊരു തോന്നല്. വേറെ എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ. ശർക്കര ഇടാത്തത് 2 എണ്ണം പറ്റുന്നുണ്ടല്ലേ? വലുതായതുകൊണ്ടാ? വലുതായതുകൊണ്ട്. ചെറുതാണെങ്കിൽ പറ്റും. കുറച്ച് മധുരം അധികമായി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാടാ. ഇത് നല്ലോണം കട്ട് ചെയ്തിട്ട് അപ്പം പെരുന്നാള് നോമ്പിൻ്റെതായതിനെ കൊണ്ട് പതിയെ എടുത്തിട്ട് കടയെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവും. അതൊക്കെ വേറെ ടൈപ്പാടാ. ലോക്കലടാ, ഗോതമ്പടാ. ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചാൽ ചൂടാ. കാണാൻ ചൂടുണ്ട്. കണ്ട സിദ്ധുവിന്റെ ചിരിയായിരുന്നു. നാണം വന്നു തുടങ്ങിക്കോ. ചായ ഉണ്ട് കേട്ടോ. അത്രയും ചൂടായിട്ട് ചായ വെക്കാത്ത ഭയങ്കര ചൂട്. എവിടെ നിന്നൂടാ. എന്നിട്ടാ ഞാൻ ശർക്കര ഇടല്ലാത്ത കേട്ടോ ഉണ്ടാക്കിയേ. തേങ്ങ മാത്രം, ശർക്കര ഇട്ടിട്ടില്ല. കുറച്ച് പഞ്ചസാര ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ട്. സൂപ്പറല്ലേ? എല്ലാവർക്കും കൂടി ഞാൻ തിന്നുണ്ട്. അട തിന്നുണ്ട്. കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. മുഴുവനായിട്ട് കഴിവ് പുറത്തെടുക്കാൻ അവന് പറ്റിയിട്ടില്ല അല്ലെ? മറ്റുള്ളവരെ കൊണ്ട് ചിക്കനാണേല് ഒരു കൈ നോക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല. 3 അടയായിരുന്നു അത്. 3 ചെറിയ പീസേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. പിന്നേത്തെ വൈകുന്നേരത്തെ ചായ കൂട്ടല്
ഇതൊക്കെ എന്തൊരു ചെറിയൊരു വീഡിയോ കേട്ടോ. ആരെയും വിചാരിക്കും ഇതെന്തെന്നാ ഈ അട ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്. അങ്ങനെയൊന്നുമില്ല. എന്നിപ്പോ എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് എപ്പോഴും എല്ലാവരും പറയുക കുഞ്ഞിനെ സിദ്ധുവിനൊക്കെ കാണണം, കുട്ടികളൊക്കെ കാണുന്ന. അപ്പോൾ ഓലെ കാണിക്കുന്ന ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ കണ്ടന്റ് ഉണ്ട് എന്നൊന്നുമില്ല. ഡെയിലി ലൈഫ്, അതായത് വൈകുന്നേരം നമ്മളിപ്പോ ലീവ് പിള്ളേരെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എല്ലെങ്കിലും സൈചേട്ടൻ വരുമ്പോ ചിലപ്പോ 6 മണിയോ, അല്ലെങ്കിൽ ഇവര് ചിലപ്പോ USS ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഉള്ള സമയത്ത് 4 മണിക്ക് വിളിച്ചാൽ പിടിക്കും. അങ്ങനെയൊന്നും വീഡിയോസ് ഒന്നും എടുക്കാനാവൂല അന്നേരം. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഇങ്ങനെ നമുക്ക് എല്ലാവരും കൂടി ഉള്ള ഒരു സന്തോഷത്തിന്റെ ഒരു വീഡിയോ എടുക്കാലോ. ഇനി അടുത്തതിന് ഞങ്ങൾ നല്ല കണ്ടന്റ് ആയിട്ട് വരും. ഒരിക്കലും നമ്മളൊരു യൂട്യൂബ് മറ്റേ ഇൻഫ്ലുവൻസർ എന്നും പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ബ്ലോഗേഴ്സ് അല്ല. നമ്മളൊരു ഫാമിലി, നമ്മളെ ഫാമിലി ലൈഫ്, അതെ നമ്മളെ ഫാമിലി ലൈഫ് കാണിക്കുന്ന നിങ്ങളെ ഒരു കുടുംബം, ഞാളൊരു കുടുംബം, അങ്ങനെയാണേ നമ്മളെ വീഡിയോസ് ഒക്കെ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കോ ഓരോരുത്തരെ പുതിയ പുതിയ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അതൊന്നുമില്ല. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ് ബോറാക്കുന്നില്ല. അടുത്ത വീഡിയോ കാണുന്നവരെ അടുത്ത നമുക്ക് ഗംഭീരാക്കാം. ഓക്കെ, ബൈ.